സ്നേഹപൂർവ്വം ശ്യാമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ശ്യാമ വരുണിനോട് പറയുന്നതാണ് അമ്മയെക്കുറിച്ച് അവൾ പറയുന്ന ഓരോ വാക്കുകളും അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് അവൾക്ക് അമ്മയോടുള്ള ദേഷ്യമാണ്. തന്നെ ചെറുപ്പത്തിൽ തന്നെ വലിച്ചെറിഞ്ഞ് ഉപേക്ഷിച്ച് കളഞ്ഞ അമ്മയായിട്ട് അവളുടെ മനസ്സിൽ കിടക്കുന്നത്. അങ്ങനെയുള്ളപ്പോൾ ഞാനാണ് അവളുടെ അമ്മ എന്ന് പറഞ്ഞ് അവളുടെ മുമ്പിൽ പോയി നിൽക്കാൻ എനിക്ക് ധൈര്യമില്ലായിരുന്നു വരുൺ. അതുകൊണ്ടാണ് ഫിദയുടെ വിഷം സ്വീകരിച്ചത്. അതിലൂടെ എനിക്ക് എൻ്റെ മോളുടെ അടുത്ത് നിൽക്കാൻ പറ്റി, അവളെ കെട്ടിപ്പിടിക്കാനും ഉമ്മ വെക്കാനും ഒക്കെ പറ്റി. പക്ഷേ യഥാർത്ഥ ഐഡൻറ്റിറ്റി മാത്രം എനിക്ക് അവളുടെ മുമ്പിൽ വെളിപ്പെടുത്താനുള്ള ധൈര്യമില്ല. അന്നേരം വരൺ പറയണേ, സാരമില്ല മാഡം, മാഡത്തിൻ്റെ അവസ്ഥയ്ക്ക് എനിക്ക് നല്ലപോലെ മനസ്സിലായിട്ടുണ്ട്, നമുക്ക് ഈ പ്രശ്നം പരിഹരിക്കാമെന്നേ. ഞങ്ങളെല്ലാവരും മാഡത്തിൻ്റെ ഒപ്പം ഉണ്ടല്ലോ. അന്നേരം ആരത് പറയുന്നുണ്ട്, പക്ഷേ വരൺ കരുതുന്നത് പോലെ ഇതത്ര എളുപ്പമായിരിക്കില്ല. രാധികയുടെ മാനസികാവസ്ഥയും കൂടി ആദ്യം മനസ്സിലാക്കണം. രാധികയ്ക്ക് അമ്മയോടുള്ള വെറുപ്പ് എത്രത്തോളം ഉണ്ടെന്ന് നമുക്കറിയാവുന്നതാണ്. അപ്പോൾ രാധികയുടെ മനസ്സിൽ നിന്ന് ചെറിയമ്മയ്ക്ക് ഒരിക്കലും ഒരു ശത്രുവിൻ്റെ വേഷം കിട്ടുന്ന രീതിയിൽ അവരുടെ സത്യങ്ങൾ അറിയിക്കുമ്പോൾ അവളുടെ മാനസികാവസ്ഥ അവളിത് നല്ല രീതിയിൽ തന്നെ ഉൾക്കൊള്ളണം. അന്നേരം പറയണേ, അത് ആരതി ചേച്ചി പറഞ്ഞത് ശരിയായ കാര്യം തന്നെയാണ്. രാധികയുടെ മനസ്സ് വളരെ വൈകാരികമായ രീതിയിൽ ചിന്തിക്കുന്നതാണ്. അതുകൊണ്ട് നമ്മൾ അതിനുള്ള സാഹചര്യങ്ങളിൽ ഒരുക്കിയതിന് ശേഷം മാത്രമേ സത്യങ്ങൾ തുറന്നു പറയാൻ പാടുള്ളൂ. അതെങ്ങനെ വേണമെന്ന് ഞാനൊന്ന് ആലോചിക്കട്ടെ. അന്നേരം അമൃത പറയുന്നുണ്ട്, വരുൺ സത്യം പറയാമല്ലോ, വരുണിന് ശ്യാമയ്ക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ പുണ്യമാണ് ഈ കാര്യം. ശ്യാമ അത്രയ്ക്ക് ആഗ്രഹിക്കുന്നുണ്ട് തൻ്റെ മോളെ ഒരു മറയില്ലാതെ ചേർത്ത് നിർത്താനായിട്ട്. അതിന് വരുൺ സഹായിക്കാൻ കഴിഞ്ഞാൽ അത് തന്നെയാണ് ശ്യാമയോൾക്ക് ഈ ജീവിതത്തിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം. എനിക്കറിയാം മാഡം, ശ്യാമയോടത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ എനിക്ക് വ്യക്തമായിട്ടറിയാം. അങ്ങനെയുള്ള ഈ അമ്മയും മോളെ ഒന്നിച്ച് ചേർക്കേണ്ടത് എൻ്റെ കൂടെ ഉത്തരവാദിത്തമാണ്. അത് ഞാൻ ഭംഗിയായിട്ട് തന്നെ ചെയ്തിരിക്കും, മാഡം ധൈര്യമായിട്ടിരിക്കുക എന്നും പറഞ്ഞ് ശ്യാമക്ക് ധൈര്യം കൊടുക്കുവാണ്. ഈ സമയം ശ്യാമക്ക് സന്തോഷമാകണേ. അന്നേരം വരൺ പറയണേ, മാഡത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യമല്ലേ ഞാൻ പറഞ്ഞത്, എന്നിട്ടൊന്ന് പുഞ്ചിരിക്കെങ്കിലും ചെയ്യാത്ത, ഒന്ന് ചിരിക്കും മാഡം. അങ്ങനെ ശ്യാമ വരണ് നോക്കി ചിരിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് പ്രിയങ്കേനെയും മുത്തശ്ശീനെയും കൂട്ടി ശരത്ത് ഒരു പ്രൊഡ്യൂസറിൻ്റെ അരികിലെത്തുവാണ്. അങ്ങനെ അവിടുത്തെ ഡയറക്ടറോട് ചോദിക്കുന്നുണ്ട് കേട്ടോ. ഈ സമയം ഡയറക്ടറെ കാണുന്നത് പ്രിയങ്ക പറയണേ, ഇത് ദീപാങ്കുരു സാഗറല്ലേ? ആ അതെ. പ്രിയങ്കയും മുത്തശ്ശിയോട് നിൽക്ക്, ഞാനൊന്ന് സാറിനോട് പോയി സംസാരിച്ചിട്ട് വരാം. അങ്ങനെ പറഞ്ഞ ശരത്ത് സാറിനോട് സംസാരിക്കാൻ പോകുവാണ്. ഈ സമയം പ്രിയങ്ക പറയണേ, മുത്തശ്ശി ഇതേ വലിയൊരു ഡയറക്ടറാണ്, ഇയാൾ സംവിധാനം ചെയ്ത എല്ലാ സിനിമകളും ഹിറ്റായിരുന്നു, ഇതിലെങ്ങാനും ഒരു ചാൻസ് കിട്ടിയാൽ നമ്മൾ രക്ഷപ്പെട്ടു മുത്തശ്ശി. അങ്ങനെ പറഞ്ഞ് അവർ പ്രതീക്ഷയോടെ പുറത്ത് നിൽക്കുവാണ്. ഈ സമയം ശരത്ത് ആ ഡയറക്ടറോട് സംസാരിക്കുക. ആ ശരത്ത്, താനോ കുറേ നാൾ നാട്ടിലില്ലായിരുന്നല്ലോ, എവിടെയായിരുന്നു? അല്ല അതിരിക്കട്ടെ, താനിതിൻ്റെ ഇടയിൽ സിനിമയൊക്കെ ഡയറക്റ്റ് ചെയ്യാൻ തുടങ്ങിയെന്ന് കേട്ടു. അതൊക്കെ തുടങ്ങി സാറേ, പക്ഷെ അതൊക്കെ പൊട്ടിപ്പോവുകയും ചെയ്തു. അത് കാരണം കുറച്ച് നാൾ നാട്ടിലില്ലായിരുന്നു. പിന്നെ ഞാനിപ്പോൾ വന്നത് ഒരു പെൺകുട്ടിയെ സാറിന് പരിചയപ്പെടുത്തി തരാനാണ്. എന്താണ്, ചാൻസിന് വല്ലതുമാണോ? ആണെങ്കിൽ ഈ സിനിമയിൽ ഓൾറെഡി കാസ്റ്റുകളെല്ലാം ഫിക്സ് ആയതാണ്. അയ്യോ, ഈ സിനിമയിലേക്കല്ല, അടുത്ത സിനിമയിലേക്കാം. ഞാനാരെ വിളിക്കാം? താൻ വിളിക്ക്. അങ്ങനെ ശരത്ത് ചെന്നിട്ട് പ്രിയങ്കേനെയും മുത്തശ്ശീനെയും കൂട്ടിക്കൊണ്ടുവരുവാണ്. പ്രിയങ്കയെ കാണുന്നതും ദീപാങ്കുര സാർ ചോദിക്കണേ, അല്ല ഇത് പ്രിയങ്കയല്ലേ? ഈ കുട്ടി മുമ്പ് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടല്ലോ. ആ ഉണ്ട് സാർ. സാറിനതൊക്കെ ഓർമ്മയുണ്ടല്ലോ അല്ലേ? ആ ഓർമ്മയുണ്ട്, അവിടേക്ക് ഈ കുട്ടി ഉണ്ടാക്കിയ പ്രശ്നങ്ങളും നല്ലപോലെ ഓർമ്മയുണ്ട്. അന്നേരം പ്രിയങ്ക പറഞ്ഞേ, സാർ ഞാനിപ്പോൾ സിനിമ ഇൻഡസ്ട്രിയിലേക്ക് ഒരു തിരിച്ചു വരാൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുക. അത് സാറിനെ പോലെ ഇത്രയും ഫേമസ് ആയിട്ടുള്ള ഒരാളുടെ പടത്തിലൂടെ ആകുമ്പോൾ അതെനിക്ക് ഗുണമേ ചെയ്യുള്ളൂ. അതുകൊണ്ട് സാറിൻ്റെ ഈ സിനിമയിൽ എന്തെങ്കിലും ഒരു വേഷം. അന്നേരം അയാൾ പറയണേ, ഈ സിനിമയുടെ ഷൂട്ടിങ്ങൊക്കെ ഓൾമോസ്റ്റ് തീരാറായി, ഇനി അധികം വൈകാതെ ഞാനൊരു പുതിയ പടം എടുക്കുന്നുണ്ട്, അതിലുള്ള മെയിൻ ലീഡൊക്കെ സെറ്റായിരിക്കുവാണ്. പിന്നുള്ളത് 2-3 പ്രധാനപ്പെട്ട ക്യാരക്ടർ വേഷങ്ങളാണ്. പക്ഷേ അതിലും കുട്ടിയെ കൊണ്ട് അഭിനയിപ്പിക്കാൻ എനിക്ക് ഒരു കോൺഫിഡൻസ് ഇല്ല. കാരണം അമ്മാതിരി പ്രശ്നങ്ങളാണല്ലോ കുട്ടി ഓരോ ലൊക്കേഷനിലും ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ സമയം മുത്തശ്ശനെ, അയ്യോ സാറേ, എത്ര നിങ്ങളുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു പ്രശ്നങ്ങളും വരില്ല. എൻ്റെ മോളുടെ ഏറ്റവും വലിയ ആഗ്രഹം സിനിമയിൽ അഭിനയിക്കുക എന്നുള്ളത്. സാറേ എന്നെ ഞങ്ങളെ സഹായിക്കണം. അന്നേരം ഡയറക്ടർ ചോദിക്കണേ, അല്ല ഇതാരാ? ഇതെന്നെ മുത്തശ്ശിയാ സാർ. ഈ സമയം ശരത്തും പറയണേ, സാർ പ്രിയങ്കയുടെ ഭാഗത്തുനിന്ന് യാതൊരു പ്രശ്നം ഉണ്ടാവില്ല, സാറൊന്ന് മനസ്സ് വെക്കണം. പ്രിയങ്കയുടെ മുത്തശ്ശിയും പറയുന്നത് കേട്ടില്ലേ? തൽക്കാലം ഇപ്പം ഞാൻ ഈ ഒരു സിനിമയുടെ ഷൂട്ടിങ്ങിൻ്റെ ടെൻഷനിലും മറ്റുമാണ്, വേണമെങ്കിൽ 2 ദിവസം കഴിഞ്ഞിട്ട് വാ, അപ്പോൾ ഒന്ന് ആലോചിക്കാം. അങ്ങനെ ശരത്ത് പ്രിയങ്കയിലും മുത്തശ്ശിനെയും കൂട്ടി പോകുക. എന്താണെങ്കിലും നിങ്ങളുടെ വെയിറ്റ് കുറച്ച് കഴിയുമ്പോൾ ഞാൻ സാറിനോട് ഒന്നും കൂടി പറഞ്ഞ് സാറിനെ കൂടെ എങ്ങനെയെങ്കിലും സമ്മതിപ്പിച്ചെടുക്കാൻ ശ്രമിക്കാം. പിന്നീട് കാണിക്കുന്നത് വരുൺ റൂമിലിരുന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഈ സമയം രാധിക ഒരു മൂളിപ്പാട്ടും പാടി അങ്ങോട്ടേക്ക് എത്തുവാണ് കേട്ടോ. അന്നേരം വരുൺ പറയണേ, തനിക്ക് എവിടെ നിന്നാണ് ഈ സംഗീതം കിട്ടിയെന്ന് എനിക്ക് മനസ്സിലായി. എങ്ങനെ മനസ്സിലായിന്ന്? അല്ല അച്ഛനും അമ്മക്കും നല്ല പാട്ട് പാടാനുള്ള കഴിവുണ്ടെങ്കിൽ അതൊക്കെ മക്കൾക്കും കിട്ടുമല്ലോ. അതിന് എൻ്റെ അച്ഛനും അമ്മയും പാട്ടൊന്നും പാടില്ലല്ലോ. അതെ, ഞാൻ ദേവനാരായണ തിരുമേനിയുടെ യശോദാമ്മയുടെ കാര്യമല്ല പറഞ്ഞത്. തൻ്റെ യഥാർത്ഥ അച്ഛനും അമ്മയും ഒരുപക്ഷെ പാട്ട് പാടുമെങ്കിലോ, അവരിൽ നിന്നാണ് തനിക്ക് ഈ കഴിവ് കിട്ടിയതെങ്കിലോ. വരുൺ, ഈ കാര്യങ്ങളൊന്നും കുറിച്ച് സംസാരിക്കുന്നത് എനിക്കിഷ്ടമല്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ. അങ്ങനെയാണെങ്കിൽ പ്രിയങ്ക പാട്ട് പാടുന്നതോ? ഞങ്ങൾ മ്യൂസിക് സ്കൂളിൽ ഒരുമിച്ചല്ലേ പോയത്?
എടോ പ്രിയങ്ക പാട്ട് പാടുന്നതും താൻ പാട്ട് പാടുന്നതേ രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. താൻ പാടുന്നത് ആത്മാവി തൊട്ടാണ്. അങ്ങനെയാണോ? പിന്നല്ലാതെ. ഏറ്റവും പ്രശസ്ത ഗായികയായ ശ്യാമ മാഡം പോലും തൻ്റെ പാട്ടിനെക്കുറിച്ച് പുകഴ്ത്തിയിട്ടില്ലേ? അത് അത്രയ്ക്ക് അടിപൊളിയായതുകൊണ്ടാണ്. പിന്നെ തനിക്കൊരു സർപ്രൈസും കൂടിയുണ്ട്. എന്താ അത്? അല്ലേ വേണ്ട, അത് പിന്നെ പറയാം. എന്താ വരണത്? അതെ, പറയാമെന്നറിഞ്ഞ് കൊതിപ്പിച്ചിട്ട് ഇങ്ങനെ ആളെ പറ്റിക്കുന്നു. എന്താന്ന് പറ. അന്നേരം വരുൺ പറയുന്നുണ്ട്, അതെ ഇവിടെ അടുത്തൊരു ക്ഷേത്രത്തിലുണ്ടല്ലോ ഒരു ഗായിക വരുന്നുണ്ടെന്ന്. ഭയങ്കര ഫേമസ് ഗായികയാ. ആണോ? ഏത് ഗായിക? അതോ അത് ശ്യാമ മാഡം ആണെന്ന് തോന്നുന്നു. ശ്യാമ മാഡോ? എന്നിട്ടാണോ വരുൺ ഇങ്ങനെ ഇത്ര നിസ്സാരമായിട്ട് പറയുന്നത്? ഒരു അടി വെച്ച് വന്നാലുണ്ടല്ലോ. ശ്യാമ മാഡത്തെ കാണാൻ ഞാൻ ഇത്രത്തോളം ആഗ്രഹിക്കുന്നുണ്ടെന്ന് വരുൺ അറിയില്ലേ? എന്നിട്ടാണോ അതിന് ഇത്ര നിസ്സാരമായിട്ട് എന്നോട് സംസാരിക്കുന്നത്? എപ്പോഴാണ് വരുന്നത്? ഏത് ക്ഷേത്രത്തിലാണ് വരുന്നത്? എടോ ക്ഷേത്രം നമ്മുടെ ഇവിടുത്തെ ക്ഷേത്രം തന്നെയാണ്. പക്ഷേ എപ്പോഴാണ് വരുന്നതെന്നൊക്കെ കൃത്യമായിട്ട് എനിക്കറിയില്ല. ഞാൻ വേണമെങ്കിൽ അന്വേഷിച്ചിട്ട് പറയാം. എനിക്ക് ശ്യാമ മാഡത്തിനെ നേരി കാണണമെന്നും അടുത്തു നിന്നൊന്ന് സംസാരിക്കണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. കഴിഞ്ഞ തവണ ഒരു മിന്നായം പോലെ കണ്ടെങ്കിലും ഒന്നും കണ്ണ് നിറച്ച് കാണാനോ അരികിൽ നിന്ന് സംസാരിക്കാനോ പറ്റിയില്ല. അന്നേരം വരുൺ പറയണേ, സാരമില്ല, തൻ്റെ പ്രശ്നം നമുക്ക് പരിഹരിക്കാം. തന്നെ ശ്യാമ മാഡത്തെ സംസാരിപ്പിക്കാം. അത് തന്നെയാണല്ലോ എൻ്റെ പ്ലാൻ. പ്ലാനോ? അല്ല, താൻ ഇത്രക്കൊരു കാര്യം ആഗ്രഹിക്കുമ്പോൾ അത് നടത്തി തരേണ്ടത് എൻ്റെ ഒരു ഉത്തരവാദിത്വമാണല്ലോ. ഞാൻ ഈ വിവരം ഫിദ മാഡത്തിനോട് പറയട്ടെ. ഫിദ മാഡം ഈ വിവരം അറിഞ്ഞിട്ടുണ്ടാകുമല്ലേ? പിന്നെ അറിയാതിരിക്കുമോ? അവർ രണ്ടാളും ഒന്നല്ലേ? എന്താ പറഞ്ഞത്? അല്ല, ഈ ശ്യാമ മാഡത്തിന് മ്യൂസിക് സ്കൂൾ നടത്തുന്നത് ഫിദ മാഡമാണല്ലോ. മാത്രമല്ല ശ്യാമ മാഡത്തിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്നത് ഫിദ മാഡമാണല്ലോ. അപ്പോൾ പിന്നെ അവർ ഒരുമയാണല്ലോ. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അത് ശരിയാ. അപ്പോൾ എന്താണെങ്കിലും വരുൺ എന്നെ കൂട്ടിക്കൊണ്ട് പോയില്ലേ? ഇനി അവസാനം തിരക്കാണ് ഒഴിവാന്നൊക്കെ പറഞ്ഞ് എന്നെ പറ്റിക്കോ? എടോ ഇല്ലടോ. തൻ്റെ സന്തോഷത്തിന് വേണ്ടി ഏത് തിരക്കും കുറച്ച് നേരമൊക്കെ മാറ്റിവെക്കാനേ എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. അന്നേരം സന്തോഷം വന്ന് രാധിക തുള്ളിച്ചാടിക്കൊണ്ട് വരുണിൻ്റെ കവിളിലൊരു കൊടുക്കുക. എന്നിട്ട് വരണേ, തൽക്കാലം ഈ സന്തോഷമുള്ള കാര്യം പറഞ്ഞതിന് വരുൺ എൻ്റെ വക ഒരു സമ്മാനം. ആണോ? അങ്ങനെയാണെങ്കിൽ ഞാൻ ശ്യാമ മാഡത്തിന് മുഴുവൻ പ്ലാനും ഞാൻ ചോദിച്ച് മനസ്സിലാക്കി തനിക്ക് പറഞ്ഞു തന്നിരിക്കും. ഞാനെന്താണെങ്കിലും ഈ സന്തോഷം മുത്തശ്ശിയോടൊക്കെ പോയി പറയട്ടെ. എനിക്ക് അത്രയ്ക്ക് സന്തോഷമുണ്ട് എന്നും പറഞ്ഞ് തുള്ളിച്ചാടി രാധിക അവിടെ നിന്നും പോകുവാണ്. പിന്നീട് കാണിക്കുന്നത് ശ്യാമേനെയാണ് കേട്ടോ. ശ്യാമ അങ്ങനെ നാളെ രാധികയെ നേരി കാണാൻ. ഈ സമയം ശ്യാമയാണെങ്കിൽ ആകെ ടെൻഷനിലും പരിഭ്രമത്തിലിരിക്കുവാണ്. നാളെ അമ്പലത്തിൽ രാധികയെ നേരിട്ട് കാണാൻ പോകുവാണല്ലോ. അതിൻ്റെ ടെൻഷനാണ് ശ്യാമയ്ക്ക്. അന്നേരം ആരതിയും അമൃതയും കൂടി ശ്യാമയ്ക്ക് ധൈര്യം കൊടുക്കുവാണ്. ഈ സമയം ശ്യാമ പറയണേ, എന്നാലും അവളുടെ മനസ്സിൽ അമ്മയെക്കുറിച്ചുള്ള ചിന്തയും രൂപം എന്താണെന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാവുന്നതല്ലേ. അങ്ങനെയുള്ളപ്പോൾ അവളുടെ മുമ്പിൽ പോയി നിൽക്കാൻ എന്തോ മനസ്സിലൊരു ഭയം പോലെ. അവളുടെ പ്രതികരണം എങ്ങനെയാണെന്ന് ഓർത്തിട്ട് ഒരു സമാധാനമില്ല. ഈ സമയം ആരതി പറയണേ, എന്താണെങ്കിലും എന്നായാലും ഈ സത്യമല്ല രാധിക തിരിച്ചറിയേണ്ടതല്ലേ. ചിലപ്പോൾ രാധികയ്ക്ക് ഇത് ഉൾക്കൊള്ളാൻ പറ്റിയെന്ന് വരില്ല. അവൾ ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്നതിലും അധികമായിട്ട് പ്രതികരിച്ചെന്നിരിക്കും. ചിലപ്പോൾ അധികം ദേഷ്യം കാണിച്ചെന്നിരിക്കും. പക്ഷേ നാളെ എന്താണെങ്കിലും ശ്യാമ അവിടെ പോയേ പറ്റുള്ളൂ. ആ അമ്പലത്തിൽ അവിടെ രാധികമ്മയുടെ ആഗ്രഹം കൂടി നിറവേറുന്ന ദിവസമോ. അവൾ ഇത്രയും നാളും ദൈവത്തെപ്പോലെ ആരാധിച്ചുകൊണ്ടിരുന്ന തൻ്റെ ശ്യാമമ്മയുടെ നീതി കാണാൻ അവൾ കൊതിച്ചു വരികയല്ലേ. രാധികയുടെ ആഗ്രഹം നടക്കണം. ശ്യാമയെ കണ്ണു നിറച്ച് അരുകി കാണുമ്പോഴേക്കും അവരുടെ ഉള്ളിൽ ചിലപ്പോൾ സംശയങ്ങളും ചില ചോദ്യങ്ങളൊക്കെ വന്നു വന്നിരിക്കും. അതൊക്കെ അവസാനം അവൾക്കുള്ള ഉത്തരവായിട്ട് മാറണം. അതുകൊണ്ട് ശ്യാമ ആവശ്യമില്ലാത്ത അനാവശ്യമായിട്ടുള്ള ടെൻഷനെല്ലാം മനസ്സിൽ നിന്ന് മാറ്റ്. നാളെ മോളെ കാണാനായിട്ട് മനസ്സുകൊണ്ട് തയ്യാറെടുക്കുക. ഈ സമയത്തായിരിക്കോട്ടോ ശ്യാമയുടെ ഫോണിലേക്ക് രാധിക വിളിക്കുന്നത്. മോളെ വിളിക്കുന്നത്. അങ്ങനെ പറഞ്ഞാൽ ശ്യാമ ഫോൺ അറ്റൻഡ് ചെയ്യുക. മാഡം, നാളെ എപ്പോഴാണ് അമ്പലത്തിലെത്തുന്നത്? അന്നേരം ശ്യാമ പറയണേ, അത് രാവിലെ തന്നെ എത്തും. അത് കേട്ടിട്ട് രാധിക സംശയത്തോടെ ചോദിക്കണേ, എന്താ പറഞ്ഞേ? അല്ല, ശ്യാമ മാഡം രാവിലെ തന്നെ എത്തുമെന്നാണ് ഞാൻ പറഞ്ഞത്. അല്ല, ഞാൻ ശ്യാമ മാഡത്തിൻ്റെ കാര്യം ചോദിക്കാൻ തുടങ്ങിയെന്ന് മാഡത്തിന് എങ്ങനെ മനസ്സിലായി? അത് പിന്നെ എനിക്കറിയാലോ ശ്യാമ അമ്പലത്തിൽ വരുന്ന കാര്യം വരുൺ മോൾ അറിയിച്ചിട്ടുണ്ടാകുമെന്ന് എനിക്ക് ഉറപ്പാണല്ലോ. അപ്പോൾ പിന്നെ മോള് ആ കാര്യം പറയാനായിരിക്കില്ല എന്നെ വിളിച്ചത്. ശരിയാ, സത്യം പറയാലോ മാഡം, ഞാൻ ശ്യാമ മാഡത്തെ നല്ല നേരി കാണാൻ പോകുന്നതിൻ്റെ സന്തോഷത്തിലും ത്രില്ലിലും ഒക്കെയാണ്. നാളെ ഫിദ മാഡം എൻ്റെ കൂടെ ഉണ്ടാവില്ലേ? മാഡം എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്കൊരു ധൈര്യമായിരുന്നു. ശ്യാമ മാഡത്തിന് എന്നെ പരിചയപ്പെടുത്തി കൊടുക്കുകയും ചെയ്യാമല്ലോ. അയ്യോ മോളെ, നാളെ എനിക്ക് ഒരു അത്യാവശ്യം സ്ഥലത്ത് പോകണം. നമ്മുടെ അനാഥാലയത്തിലോ ഒരു കുട്ടിയുടെ കല്യാണമാണ്. അവിടെ എന്താണെങ്കിലും പോയേ പറ്റൂ. സാരമില്ല, മോൾ പോക്കും. വരുണും കൂടെ ഉണ്ടാകുമല്ലോ. മോൾ ചെന്ന് ശ്യാമയെ കാണ്. ശ്യാമയോട് ഞാൻ മോളുടെ കാര്യം വിളിച്ച് പറഞ്ഞോളാം. മോളുടെ പാട്ടൊക്കെ ശ്യാമയെ കേട്ടിട്ടുള്ളതാണല്ലോ. രാധിക മോൾ വരുന്നുണ്ടെന്ന് സ്പെഷ്യലായിട്ട് തന്നെ പറഞ്ഞോളാം കേട്ടോ. ശരി മാഡം. സത്യം പറയാലോ, നാളെ ശ്യാമ മാഡത്തെ കാണാൻ പോകുമെന്നോർത്ത് സത്യം പറഞ്ഞാൽ എനിക്ക് എന്താ ചെയ്യേണ്ടത്, എങ്ങനെ എൻ്റെ മനസ്സിനെ പിടിച്ചു നിർത്തേണ്ടത് ഒന്നും അറിയില്ല. കൈ ഓടുന്നില്ല, കാലും ഓടുന്നില്ല എന്നൊക്കെ പറയില്ലേ, അതുപോലത്തെ ഒരു മാനസികാവസ്ഥയിലാണ്. സന്തോഷം കൊണ്ട് എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല. എന്നാൽ ശരി മാഡം, ഞാൻ നാളെ രാവിലെ വിളിക്കാം. അങ്ങനെ പറഞ്ഞ് രാധിക ഫോൺ കട്ട് ചെയ്യുവാണ്. ഈ സമയം അമൃത ചോദിക്കണേ, എന്തു പറ്റി? മോള് വിളിച്ചപ്പോൾ ആദ്യം ഒന്ന് നാക്ക് പഴിച്ചു അല്ലേ?
അത് ഏട്ടത്തി, ഇത്തരം നാളും ഞാൻ അവളുടെ മുമ്പിൽ ഫിദയുടെ വേഷത്തിലാണ് പോയത്. ഒരു മറയുണ്ടായിരുന്നു ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇടയിൽ. എന്നാൽ നാളെ ഞാൻ ആദ്യമായിട്ട് എൻ്റെ മോളുടെ മുമ്പിലേക്ക് ഒരു മറയില്ലാതെ പോകുവാണ്. നാളെ എൻ്റെ മനസ്സ് നിയന്ത്രണം വിട്ടുപോകുമെന്ന് എനിക്കറിയില്ല. എന്തൊക്കെയാണ് ഞാൻ അവളോട് പറയാൻ പോകുന്നതെന്നും അറിയില്ല. എല്ലാം നല്ലതിനാ ശ്യാമേ എന്ന് പറഞ്ഞ ശ്യാമക്ക് ധൈര്യം കൊടുക്കുവാണ് കേട്ടോ ആരതിയും അമൃതയൊക്കെ. പിന്നീട് കാണിക്കുന്നത് ഡയറക്ടറുടെ മറുപടി എന്തായെന്നറിയാനായിട്ട് കാത്തു നിൽക്കുന്ന പ്രിയങ്കനെയും മുത്തശ്ശീനെയുമാണ്. ഈ സമയം ഡയറക്ടറെ പറഞ്ഞ് സമ്മതിപ്പിച്ച് ശരത്ത് അങ്ങോട്ടേക്ക് വരുവാണ്. സത്യം പറയാലോ, ആ ഡയറക്ടർ അങ്ങോട്ട് അടുക്കുന്നുണ്ടായില്ല. പിന്നെ ആ പുതിയ സിനിമയുടെ പ്രൊഡ്യൂസർ എനിക്ക് പരിചയമുള്ള ആളാണ്. ഞാൻ അയാൾക്ക് ചില സഹായങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അയാളോടും പ്രിയങ്കയുടെ കാര്യം ഞാൻ പറഞ്ഞു. പ്രിയങ്കയാണെന്ന് അറിഞ്ഞപ്പോൾ അയാൾക്ക് വലിയ താല്പര്യമൊന്നുമില്ല. എന്നാലും ചെറിയൊരു നിബന്ധനയോടെ പ്രിയങ്കയ്ക്ക് റോള് തരാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. എന്താ കണ്ടീഷൻ? അത് മറ്റൊന്നുമല്ല, അവർ തരുന്ന സാലറി എന്താണോ അതായിരിക്കണം പ്രിയങ്ക വാങ്ങേണ്ടത്. അതിൻ്റെ പേരിൽ വിലപേശാനൊന്നും പാടില്ല. അത് കൊള്ളാം, ഞാൻ ജോലി എടുക്കുന്നതിൻ്റെ പൈസ എനിക്ക് ചോദിച്ച് മേടിച്ചുകൂടെ? പ്രിയങ്ക തൽക്കാലം ഇപ്പോൾ ഒരു വഴക്കിലേക്ക് പോകരുത്. ഒന്നെങ്കിൽ അവർ പറയുന്ന കണ്ടീഷനിൽ ഈ സിനിമയിൽ അഭിനയിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ സിനിമ എന്നുള്ള മോഹം മാറ്റി വയ്ക്കേണ്ടി വരും പ്രിയങ്കയ്ക്ക്. ഈ സമയം മുത്തശ്ശൻ പറയണേ, എടി മോളെ എന്തെങ്കിലും ആവട്ടെ, ഈ ഒരു ചെറിയ വേഷത്തിലൂടെ നീ സിനിമയിൽ വന്ന് കാലം അർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതിലും വലിയ നേട്ടങ്ങൾ നിനക്കുണ്ടാക്കിയെടുക്കാമല്ലോ. ശരി, എന്നാൽ ശരി, ഞാനിനി പൈസയുടെ കാര്യത്തിലൊന്നും അവരോട്ട് വിലപേശാനോ പ്രശ്നത്തിനോ പോകില്ല. അല്ല അതിരിക്കട്ടെ, എന്ത് റോളാ? മെയിൻ ലീഡൊക്കെ ഓൾറെഡി ഫിക്സ് ചെയ്ത് വെച്ചല്ലോ. 3-4 പ്രധാനപ്പെട്ട ക്യാരക്ടർ റോളുണ്ട്. അതിലൊരു റോളാണ് പ്രിയങ്കയ്ക്ക് കിട്ടിയിരിക്കുന്നത്. എന്താ എൻ്റെ വേഷം? അത് തൊഴിലുറപ്പിന് പോകുന്ന ഒരു പെൺകുട്ടിയുടെ വേഷമോ? അയ്യേ, അത്തരത്തിലുള്ളൊരു വേഷമാണോ ഞാൻ ചെയ്യേണ്ടത്? എൻ്റെ പ്രിയങ്കയ്ക്ക് അത് നല്ലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോളാണ്. സിനിമയുടെ തുടക്കം മുതൽ ക്ലൈമാക്സ് വരെ സീനുണ്ട്. അതിലൂടെ പ്രിയങ്കയുടെ അഭിനയത്തിലൂടെ പ്രേക്ഷകരിലേക്ക് ശ്രദ്ധ പിടിച്ചു പറ്റാൻ പ്രിയങ്കയ്ക്ക് സാധിച്ചാലുണ്ടല്ലോ, പിന്നീട് ഇതിൽ നല്ല നല്ല അവസരങ്ങൾ പ്രിയങ്കയെ തേടിയെത്തും. അത് നായിക നടിയായിട്ടുള്ളത്. ഈ സമയം മുത്തശ്ശി വരണേ, എടി ഇവൻ പറയുന്നത് കേൾക്ക്. നല്ലത് വേഷം നിനക്ക് പിന്നെ എവിടെയെങ്കിലും കിട്ടുമല്ലോ. തൽക്കാലം നമുക്കിത് പിടിച്ചു കയറാം. മുത്തശ്ശി ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? മുത്തശ്ശിക്ക് എന്തറിയാം സിനിമയെക്കുറിച്ച്? ശരി, എന്തേലും ആവട്ടെ, ഇതെങ്കിൽ ഇത് പ്രിയങ്ക ധൈര്യമായിട്ടിരിക്കുന്നേ. ഈ ഒരു വേഷത്തിൽ നിന്നും പ്രിയങ്കയെ പിടിച്ച് ഞാൻ സിനിമാ ലോകത്തിൻ്റെ മുമ്പിലേക്ക് എത്തിക്കും. ഇതെൻ്റെ വാക്കാണ്. അന്നേരം മുത്തശ്ശി വരണേ, നീ അവളെ എത്തിച്ചില്ലെങ്കിലുണ്ടല്ലോ നിന്നെ ഞാൻ നരകത്തിലേക്ക് എത്തിക്കും. അതെൻ്റെ വാക്കാം, ആ കാര്യം മറക്കണ്ട. അങ്ങനെ പറഞ്ഞ് മുത്തശ്ശിയും പ്രിയങ്കയും അവിടെ നിന്ന് പോകുവാണ്. പിന്നീട് നേരെ നിലവരെ ഇരുട്ടിയിട്ടുണ്ടാകും കേട്ടോ. പ്രിയങ്കയും മുത്തശ്ശിയും കൂടി പമ്മി വീടിൻ്റെ അകത്തേക്ക് കയറുവാണ്. ഈ സമയം ദേവനി യശോദ അങ്ങോട്ടേക്ക് വരുവേ. അതെ, എന്തായത് സമയം ഇത്രയെന്നറിയോ? ഇതെന്താ നിങ്ങൾക്ക് തോന്നുമ്പോൾ വന്ന് കയറാനും ഇറങ്ങിപ്പോകാനുള്ള ലോഡ് ചേട്ടനാണോ നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്? എൻ്റെ വീട്ടിൽ ഇതൊന്നും പറ്റില്ല. അന്നേരം സുകുമാരി പറയണേ, അല്ല നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ എനിക്കും പ്രിയങ്കയ്ക്കുള്ള അവകാശം എന്താണെന്ന് വെച്ചാൽ തന്നോന്ന്. ഞങ്ങൾ ഞങ്ങളുടെ പാടിന് പൊക്കോളാം. അത് തരാൻ നിനക്ക് ഉദ്ദേശമില്ല എന്നാണെങ്കിലേ ഞങ്ങൾ ഇതുപോലെ ഞങ്ങളുടെ ഇഷ്ടത്തിലൂടെ നിൽക്കും. നീ വേണമെങ്കിൽ കൊണ്ടേ കേസ് കൊടുക്ക്. പരസ്പരം ഒരു ബന്ധമില്ലാതെ അപരിചിതർ താമസിക്കുന്ന പോലെ നമുക്കിവിടെ അങ്ങ് താമസിക്കാനേ. അപ്പോൾ ഇതൊരു കണക്കിന് ഒരു ലോഡ്ജ് തന്നെയാണല്ലോ. ഈ സമയം പ്രിയങ്ക പറയുന്നുണ്ട്, അതെ നിങ്ങൾക്ക് എന്നെ വേണ്ടല്ലോ, എന്നെ വേണ്ടാന്ന് പറഞ്ഞ് വലിച്ചെറിഞ്ഞതല്ലേ നിങ്ങൾ. ഒരു ദിവസമേ പ്രിയങ്കയുടെ വില എന്താണെന്ന് നിങ്ങൾ തിരിച്ചറിയും. അന്ന് നിങ്ങൾ കാലി പിടിച്ച് എന്നെ തിരികെ വിളിച്ചാൽ പോലും ഞാൻ നിങ്ങളുടെ അരികിലേക്ക് വരിക പോലുമില്ല. വാ മുത്തശ്ശി. അങ്ങനെ പറഞ്ഞ പ്രിയങ്കയും മുത്തശ്ശിയും അകത്തേക്ക് കയറിപ്പോകുവാണ്ടോ. ഈ സമയം ദേവൻ പറയണേ, യശോദേ അവർ പറഞ്ഞതിൽ ഒരു കാര്യം ശരിയാ. പരസ്പരം ബന്ധമില്ലാത്തവർ ഓരോ മുറി താമസിക്കുന്നു എന്ന് പറയുമ്പോൾ അതൊരു ലോഡ്ജ് തന്നെയല്ലേ. അവർ രണ്ടും കൽപ്പിച്ച് തന്നെയാണ്. അവരിനി മാറ്റി ചിന്തിപ്പിക്കാനൊന്നും ആരെക്കൊണ്ടും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല യശോദേ. അങ്ങനെ പറഞ്ഞ സങ്കടത്തോടെ നിൽക്കുന്ന ദേവനെയും യശോദനെയും കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് തീരുന്നത്. പിന്നീട് പ്രൊമോയിൽ കാണിക്കുന്നത് പുതിയ സിനിമയുടെ ഷൂട്ടിങ്ങിനായിട്ട് ലൊക്കേഷനിലെത്തുന്ന പ്രിയങ്കേനെയാണ് കേട്ടോ. അവിടെ മെയിൻ ലീഡ് ചെയ്യുന്ന പെൺകുട്ടി പ്രിയങ്കയെ പുച്ഛത്തോടെയാണ് നോക്കുന്നത്. ഈ സമയം പ്രിയങ്കയുടെ കൂടെ വന്ന സുകുമാരിയുടെ മട്ടും ഭാവമൊന്നും കണ്ടിട്ട് ആ പെണ്ണിനെ തീരെ ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. അവരെന്തൊക്കെയോ സുകുമാരിയെ പറയുന്നുണ്ട്. അന്നേരം സുകുമാരിക്കും നാവ് ചൊറിഞ്ഞേറി ആ പെണ്ണിനോട് പ്രശ്നം ഉണ്ടാകുവാണ്. ഈ സമയം സെറ്റിൽ പ്രശ്നം നടക്കുന്നത് കണ്ടിട്ട് പ്രൊഡ്യൂസറും ഡയറക്ടറൊക്കെ കൂടി അങ്ങോട്ടേക്ക് വരുവാണ് കേട്ടോ. അന്നേരം പ്രിയങ്കയും ശരത്തും കൂടിയാണെങ്കിൽ മുത്തശ്ശീനെ പറഞ്ഞ് അടക്കി നിർത്താനായിട്ട് ശ്രമിക്കുന്നൊക്കെയുണ്ട്. പിന്നീട് പ്രൊമോയിൽ കാണിക്കുന്നത് വരുണും രാധികയും കൂടി ആ ഒരു ക്ഷേത്രത്തിലെത്തുന്നതാണ്. ഈ സമയം ആരതിയും അവിടെ ഉണ്ടാകും. അങ്ങനെ ശ്യാമയെ കാണാനുള്ള അതിയായ ആഗ്രഹത്തോടെ രാധിക സന്തോഷത്തിൽ തുള്ളിച്ചടിയാണ്ട് അവിടെ വന്നിരിക്കുന്നത്. അങ്ങനെ ഭഗവാന് മുന്നിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവാണ്. ഈ സമയത്തായിരിക്കും ശ്യാമയുടെ കാർ അവിടെ എത്തുന്നത്. അന്നേരം വരുൺ പറഞ്ഞേ, എടോ രാധിക, താൻ ദൈവത്തെ പോലെ കാണാൻ കാത്തിരുന്ന തൻ്റെ ദൈവം എത്തിയിട്ടുണ്ട്, നോക്കങ്ങോട്ട്. അങ്ങനെ രാധിക ആകാംക്ഷയോടെ നോക്കിക്കൊണ്ടിരിക്കുക. ഈ സമയം കാറിൽ നിന്ന് ശ്യാമ ഇറങ്ങി രാധികയുടെ അരികിലേക്ക് നടന്നു വരുമായിരിക്കും കേട്ടോ. അങ്ങനെ തൻ്റെ അമ്മയെ രാധിക ആദ്യമായിട്ട് തൊട്ടരികിൽ കൺമുമ്പിൽ കണ്ണു നിറയെ കണ്ടുകൊണ്ട് നിൽക്കുവാണ്. അങ്ങനെ സന്തോഷത്തോടെ അമ്മയെ നോക്കി നിൽക്കുന്ന രാധികേനെയാണ് കേട്ടോ പ്രൊമോയിൽ കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്